ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി കുറച്ച് മിസാല് പറയാം. മജാസും ബിൽ ഇസ്നാദിന് പരാതി ബന്ധങ്ങളുണ്ട്, സമാന് മക്കാന് മഫൂല് ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ. ഓരോന്നിനും മിസാല് പറയാം നമുക്ക്. നഹവു നഹാറുഹു സ്വായിമുൻ, അവൻ്റെ പകൽ നോമ്പുകാരനാണ്. ഓൻ നോമ്പുകാരനാണ് പറഞ്ഞ സ്ഥാനത്ത് ഓൻ്റെ നഹാറ് സ്വായിമാണ്. ഇനി നമ്മുടെ ഷാരിഹ് ഓരോ മിസാലിലുള്ള മജാസ് വിവരിക്കുന്നത് വേറെ ശൈലിയിലാണ്. സംഗതി നമ്മളും മൂപ്പര് പറഞ്ഞൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും മൂപ്പര് പറഞ്ഞ ശൈലി ആദ്യം പറഞ്ഞു നോക്കുക. ഫീമ ഒന്നിൻ്റെ മിസാലിൽ ബുനിയലിൽ ഫായിൽ വേണ്ടി എടുക്കപ്പെട്ടു, അതാ മറൂഫാണ്. ഉസ്നദിൽ സമാനിയുടെ കാലത്തിലേക്ക് ചേർക്കപ്പെട്ടു. അതിൻ്റെ മിസാലിൽ നഹാറു സാഹിബ് എന്ന് പറയും പോലെ. എങ്ങനെയാണ് ചേർത്തത്? മജാസ നിലയിൽ. വൽ അസ്ലു, ഇതിൽ ഏതാ അസ്ലുണ്ടായിരുന്നത്? നഹാറുഹു ആണ് ഹൂല്. ആ ഹൂല് ചെയ്ത് കണക്ക് നമുക്ക് സയ്യിദുൻ സായിമുൻ ഫി നഹാരിഹി എന്നുണ്ടായിരുന്നത്. സയ്യിദ് സായിമുൻ, അവൻ നോമ്പുകാരനാണ്, ഫി നഹാരിഹി, അവൻ്റെ പകലിൽ. എന്നിട്ട് ഇപ്പോൾ ഹുദിഫൽ മൂത്തയാവുന്ന സയ്യിദിനെ കളയപ്പെട്ടു. ദൈനെ പിടിച്ച് മൂത്തയാക്കി, നഹാറിനെ പിടിച്ച് മൂത്തയാക്കി. സെയ്ദിൻ്റെ സ്ഥാനത്ത് കാര്യമാണ് വെച്ചു. ആദ്യം സെയ്ദ് സായിമെന്നല്ല പറഞ്ഞിനി. ആ സെയ്ദ് ആവുന്ന മൂത്താൻ്റെ സ്ഥാനത്ത് കാര്യമാണ് വെച്ചു. ഈ നഹാറാവുന്ന സമാന്യാണ്ട് വെച്ചു. ഇവിടെ അതിനെ പിടിച്ച് മൂത്തിയാക്കി. എന്നിട്ട് ഉസിനത ഇലൈഹി സ്വായിം, എന്നിട്ട് സ്വായിം എന്നതിനെ അതിനെ ഖബറാക്കപ്പെട്ടു. അതിനെ ഖബറാക്കപ്പെട്ടു. ഇതുവരെ ഓം സെയ്ദ് സ്വായിമാന്ന് തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പം പറഞ്ഞത് നഹാറിൽ നോമ്പ് വെച്ചാൽ നഹാറില്ലേ, ഈ നഹാറാവുന്ന സമാനെടുത്ത് കണ്ട് മൂത്തേണ്ടാക്കി. ഇങ്ങോട്ട് എന്ത് പറഞ്ഞു? നഹാറ് സ്വായിമാണ്. മനസ്സിലായില്ലേ? ഇപ്പം സ്വായിം എന്നുള്ളതായ ഇത് എൻ്റെ ഖബറാണ്. സെയ്ദുൻ എന്ന മുസ്നദിലേഹിൻ്റെ മുസ്നദാണ് ശരിക്ക് സായിമ്. ഇപ്പം ഇതിൻ്റെ മുസ്നദാണ് നഹാർ എന്ന് പറയുന്ന മുസ്നദിലേഹിൻ്റെ മുസ്നദാണ്. അപ്പോൾ അവിടെ ശരിക്കും അതിനെ പിടിച്ച് മുത്തിയാക്കി, ജമാനെ പിടിച്ച് മുത്തിയാക്കി. പിന്നെ ഇനിയിപ്പം നമ്മളവിടെ വേറെ രീതിയിൽ പറയും. സ്വായിമുൻ എന്നതിലുള്ള മുസ്തറ ലമീർ മടങ്ങുന്നത് സെയ്ദിക്കാണ് അല്ല മടങ്ങേണ്ടത്. പക്ഷേ ഇപ്പം വേറെയൊക്കെ മടങ്ങണത് നഹാർക്കാണ് മടങ്ങണത്. അപ്പോൾ സ്വായിം എന്നതിനെ അതിലെ മുസ്തറ ലമീർ ആവുന്ന നഹാർക്ക് മടങ്ങുന്ന ലമീറിലേക്ക് ചേർത്തി. അത് മജാസാണ്, അങ്ങനെയും പറയാം. പിന്നെ നെഹ്രിൻ ജാരിൻ, അങ്ങനെ നെഹ്രിൻ ജാരി മൂൽക്കത്തഫല്ലേ നെഹാറുഹു സാഹിബ് എന്ന് പറഞ്ഞത് നെഹബുന് മുലാഫിരി അല്ലേ. അവിടെ മൂത്തിയ ഖബറുണ്ട്, ഇവിടെ മൂത്തിയ ഖബറാക്കേണ്ട. ജാരിനെ സിവത്താക്കിയാതെ നടക്കുന്ന പുഴ, നടക്കുന്ന പുഴ. ഇവിടെ നോക്കുക. ഫീമ ബുനിയലിൽ ഫായിലി മുസ്ലിദിൽ മക്കാനി, മഅറൂഫാണ്, ഫെയില് മഅറൂഫാണ്, എന്നിട്ട് മക്കാനിലേക്ക് ചേർക്കപ്പെട്ടു. ഇത് കാരണം അൻ നെഹ്റു, പുഴയാകുന്നത് മക്കാന് ചെറിയലുമായി വെള്ളത്തിന് നടക്കാനുള്ള ഇടം ആണ് നെഹ്റ് പറഞ്ഞത്. നമ്മൾ സാധാരണ പുഴ അറിയൽ വെള്ളം കാണുമ്പോൾ വെള്ളത്തിൽ നോക്കിയാണ്ട് ഇത് പുഴയാണ് അറിയും. യഥാർത്ഥത്തിൽ പുഴ അതല്ല. പുഴ വെള്ളം പോകുന്ന സ്ഥലത്തിനാണ് എന്താ പറയൽ? പുഴ അറിയൽ. പുഴ നിറഞ്ഞു, പുഴ വറ്റി, ഇങ്ങനെയാ പറയാ. പിന്നെ വല്ലസ്ലു, ഇവിടെ അസലുണ്ടായിരുന്നത് അൽ മാ ഉ ജാരിൻ, വെള്ളം ഒഴുകുന്നതാണ് ഫിൻ നെഹ്രി, പുഴയിലൂടെ എന്ന. എന്നിട്ട് ഈ നെഹ്റ് എന്നുള്ളതായിരിക്കുന്ന മക്കാനെ പിടിച്ച് കണ്ടെന്താക്കി മാവിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ജാരിനെ ഖബറാക്കി. പിന്നെ ഈശത്തിൻ റാലിയത്തിൻ, റാലിയത്തായ ജീവിതം, ശരിക്കും മറലിയത്തായ ജീവിതമാണ്. റിളാന്ന് എവിടെ ഉണ്ടായാൽ? കൽബിൽ അല്ലേ. അപ്പോൾ ഒരു ജീവുള്ള മനുഷ്യൻ്റെ കൽബിൽ ഉണ്ടാകുന്നൊരു സാധനമാണ് ഏത്? റിള. അപ്പോൾ വ്യക്തിയാണ് റാലിയാണ്. എനിക്ക് സെയ്ദിനോട് റിള ഉണ്ടായാൽ ഞാൻ റാലിയാണ്, സെയ്ദ് മറലിയാണ്. അപ്പോൾ സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യനിക്ക്, ഈ സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഓ നല്ല തൃപ്തിയായിരുന്നു ഏത് ജീവിതം? സ്വർഗത്തിലുള്ള ജീവിതം. അപ്പോൾ ഈ സ്വർഗത്തിലെ ഈശത്തുണ്ടല്ലോ, ആ ഈശത്തിനോട് ആർക്കാ തൃപ്തി ഉള്ളത്? സ്വർഗത്തിൽ കിടക്കുന്ന വ്യക്തിക്കാണ് റിള ഉള്ളത്. അപ്പോൾ ആരാ ശരിക്കും റാലി? ഈ വ്യക്തിയാണ്. ഈ ഈശത്തോ അത് മർലിയാണ്. ഈശത്ത് മർലിയത്താണ്. ഈ വ്യക്തിയോ റാലിയാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ പ്രയോഗിക്കലൊക്കെ
റാലിയത്തായ ഈശത്ത് എന്നാ പറയല്. റാലിയത്തായ ഈശത്തല്ല, ശരിക്കും മർലിയത്തായ ഈശത്താണ്. മാങ്ങനെ തിന്നലല്ല, മാങ്ങനെ തിന്നലാണ്, മാങ്ങ തിന്നലല്ലല്ലോ എന്നതുപോലെ. ഫീമ ബുനിയലിൽ ഫായിലി ഉസിനി തരൽ മഫൂലി. മഅറൂഫ് ഫീല് മഅറൂഫാണ്, എന്നിട്ട് മഫൂൽ ബിയിലേക്കാണ് ചേർത്തി ഫായിൽ ചേർത്തതിന് പകരം. ഇത് കാരണമല്ല ഈശത്തു, ജീവിതം എന്നത് മർലിയത്തുൻ തൃപ്തി വെക്കപ്പെടുന്ന സാധനമാണ്, തൃപ്തി വെക്കുന്ന സാധനമല്ല. തൃപ്തി വെക്കുന്ന സാധനമല്ല ഈശത്ത്. ജീവിതത്തിനോട് ഈ വ്യക്തിക്ക് അങ്ങോട്ടാണ് എന്തുണ്ടാല് തൃപ്തി ഉണ്ടാല്. പിന്നെ അപ്പോൾ ശരിക്കും ഇവൻ റാലിയും ഈശത്ത് മർലിയത്തുമാണ്. വൽ അസ്ലു അസ്ലുണ്ടായത് ഹുവ, ഈ സ്വർഗാവകാശിയാവുന്നത് റാലിൻ ഐഷത്തഹു, അവൻ തൻ്റെ ആ സ്വർഗീയ ജീവിതത്തെ തൃപ്തി വെക്കുന്നവനാണ്. അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ ഫൗദ്ഫൽ മൂത്തതോ, ഇവിടെ മൂത്തയാവുന്ന ഹുവനെ കളയപ്പെട്ടു. ഹൊക്കീമൽ മഫൂലു, മഫൂലാവുന്ന ഈശത്തിനെ നിർത്തി അതിൻ്റെ സ്ഥാനത്ത് മക്കാമഹു, ആ മൂത്താൻ്റെ സ്ഥാനത്തേക്ക് ആണ് നിർത്തി. അപ്പോൾ ഈശത്താവുന്ന റാലിയത്താണ് എന്നായി. പിന്നെ അപ്പോൾ ഇയാൾ ഈശത്തിൻ്റെ റാലിയത്തെന്ന് പറഞ്ഞാൽ ഈശത്തിനെ മൂത്തിയും അത് അവറാക്കി സംസാരിച്ച് കിട്ടും. പിന്നെ എന്നിട്ട് പിന്നെ അമ്മാഫിൽ ആയത്തി, ഇവിടെ ഇപ്പോൾ മൂത്തി ഖബറൊക്കെ തന്നെയാണ് ഈശത്താവുന്ന റാലിയത്താണ് എന്ന് ഇവിടെ പറഞ്ഞു കേട്ടോ. അത് ആയത്തിൽ ഫഖദ് ജുഇലൽ ഫായിലു, ഇവിടെ ഖുർആൻ ആയത്തിൽ ഫമ്മൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാളിയ, അവിടെ ഒരു മജാസിൻ്റെ പുറമെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അറിയാം, അവിടെ വേറെ ഒരു പിന്നെ ബലാഗത്തും കൂടി കൂട്ടിയിരിക്കണ്. അങ്ങനെ വായിച്ച് അതെന്താ, ഖുർആനിലൊരു ബലാഗത്തിൻ്റെ മേൽ ബലാഗത്തുണ്ടാക്കി എങ്ങനെ അറിയാം. ഒന്ന് ഈശത്തുർ റാളിയ എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ ഖുർആനിൽ പറഞ്ഞതിൽ ഏതുണ്ട്, നമ്മളിവിടെ പറഞ്ഞ മിസാലിൽ പോലുള്ളൊരു ബലാഗത്തുണ്ട്, മജാസാണ്. അതിൻ്റെ പുറമെ ഒരു വേറെ ബലാഗത്ത് കൂടി കൂടിയാണ്. എന്താണ് ആ ബലാഗത്ത്? വായിച്ച് ഫഖദ് ജുഇലൽ ഫായിലു, അല്ലെങ്കിൽ ഫഖദ് ജഅല, നിശ്ചയം അള്ളാഹ് ആക്കി, അൽ ഫായില, ഫായിലിനെ ആക്കി, ഈ വ്യക്തിനെ ആക്കി, മദ്റൂഫൻ ബിൽ ഈശത്തി, ഈശത്തിൻ്റെ അകത്ത് മദ്റൂഫാക്കി മാറ്റി. ലർഫ് മദ്റൂഫ് ഇങ്ങനെ ഉണ്ടെന്നുണ്ട്. ഒരു കുപ്പിക്കകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചാൽ ആ കുപ്പിക്ക് ലർഫ് എന്നും പറയും, കുപ്പിൻ്റെ അകത്ത് നിൽക്കുന്ന എണ്ണക്ക് മദ്റൂഫ് എന്നും പറയും. ആ പാത്രത്തിനാണ് ലർഫ് അറിയാം, പാത്രത്തിൻ്റെ അകത്താക്കപ്പെട്ട സാധനം എന്ത് അറിയും? മദ്റൂഫ് അറിയും. ഖുർആനിലല്ല പറഞ്ഞത് ആ വ്യക്തിയാകുന്നത് ജീവിക്കുന്നവനാണെന്നല്ല പറഞ്ഞത്, ജീവിതമാകുന്ന ലർഫിന് അകത്ത് കയറിയ ആളാണ്. ഫി എന്താണ്? ഫി അർഫ് ജാറല്ലേ, ഫീൻ്റെ മാനെന്ന ലർഫിയതല്ലേ, ഇല്ലർത്ഥം ഉണ്ടാവും, ഇതിന് ഫീക്ക് അർത്ഥം ഉണ്ടാവും. അപ്പോൾ ഈശത്തിനകത്താണ് എന്നായി. അപ്പം എന്ത് കിട്ടി? ബനെ ആകപാടെ റാലിയത്തായ ഈശത്തിൻ്റെ ബനങ്ങട്ട് പൊതിഞ്ഞിങ്ങാണ്ട് പോ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയേക്കാണ്. മനസ്സിലായില്ല? മനസ്സിലാണ്ടേ? അവിടെ മനസ്സിലായോ? ഇവ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയേക്കാണ്. ഈശത്തിൻ്റെ കുപ്പിൻ്റെ ഉള്ളിൽ പാറ്റ കുടുങ്ങി, ആ കുപ്പി ആ പാറ്റൻ്റെ ഉള്ളിൽ കുടുങ്ങിയില്ലേ? അപ്പോൾ ഇപ്പോൾ മദ്റൂഫായ ആര്? പാറ്റ ഇല്ലേ? എന്നതുപോലെ ഇവന് സ്വർഗത്ത് കണ്ട് കയറി നോക്കുമ്പോൾ റാലിയത്തായ ഈശത്തിൻ്റെ ഉള്ളിൽ കണ്ടിട്ടേക്കാണോ അവന്. അപ്പോൾ പെരുന്തിറുപ്പതിയാണ്. മനസ്സിലേ? സ്വർഗത്തുനിന്ന് പുറത്തേക്ക് പോകാത്ത മാതിരി ഉള്ളിലേക്ക് കുടിക്കേക്കാണ് അവന്. മുബാലകത്തൻ, മുബാലകക്ക് വേണ്ടി കാണ്ട് ഈശത്തിനകത്ത് അവനാണ് മദ്റൂഫാക്കിയേക്കാണ്. ആരെ? പിന്നെ ഈ വ്യക്തിനെ, സ്വർഗത്ത് കടന്ന മീസാം കനം കൂടിയ മനുഷ്യനെ. സുമ്മ ഉസിനത ലേഹി റാലിയ, പിന്നെ റാലിയനെ ഇസ്ലാദ് ചെയ്തിന് അതേതായാലും ഉണ്ട്. പിന്നെ സാനത്തിൽ അബാത്തിഹു, സാനത്തിൽ അബാത്തിഹു എന്ന് പറയും പോലെ അബാത്തിഹു ഒലിച്ചുകൊണ്ട് പോയി നോക്കുക. ഫിൽ മബിനിയിൽ ഫായിലി, ഫീൽ മഅറൂഫാട്ടോ, ഫായിൽ എടുക്കപ്പെട്ട ഫീലാണ്. അപ്പോൾ ഉസിനതയിൽ മഫൂൽ ബിഹി, മഫൂൽ ബിഹിൽ ചേർക്കപ്പെട്ടു. പക്ഷേ ഏത് മഫൂൽ ബിഹി? ബി വാസത്ത് ഫി, ഫിൽ ഫീലിൽ മബ്നിയിൽ ഫായിലി ഉസിനിത ഇലൽ മഫ്ഊലി ബിഹി ബി വാസ്തത്തി ഫി, ഫി വാസത്തിയായി കൊണ്ടുള്ള മഫ്ഊലി ബിഹി. വൽ അസ്ലു, അസ്ലുണ്ടായിരുന്നത് സാലൽ മാഉഫിൽ അബാത്തിഹി, ചരക്കല്ല് ഭൂമിയിലൂടെ വെള്ളം വലിച്ചൂന്ന് അസ്ലിൽ പറഞ്ഞിരുന്നത്. എന്നിട്ട് മൂപ്പർ എന്ത് കാട്ടി അറിയോ? ആദ്യം ഫൗദിഫൽ ജാറു, ജാറാവുന്ന ഫീനന് കളഞ്ഞു. തവസ്സുഅൻ, ഒരു വിശാലത കാണിക്കലാന്ന് വരില്ല, മജാസായി കൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് സാരല്ലാന്ന് വെച്ചിങ്ങാണ്ടിരുന്ന് കളയുന്നറിയോ? ജാറിനെ കളയും. ജാറിനെ കളഞ്ഞപ്പോൾ എന്തായി? സാലൽ മാഉൽ അബാത്തിഹാനായി. സാലൽ മാഉൽ
അബാത്തിഹ. ഇപ്പം അബാത്തിഹ മഫൂല് നിർത്തി വെക്കുക. ആ അബാത്തിഹിനെ പിടിച്ചാണ് സുമ്മ ഉദിഫൽ ഫായിലു, ഫായിലാവുന്നതിനെ കളയപ്പെട്ടു, മാവിനെ കളയപ്പെട്ടു. എന്നിട്ട് ഉസ്നിദിൽ ഫീലു, ഈ ഫീലാവുന്ന സാലെ ചേർക്കപ്പെട്ടു എങ്ങോട്ടിൽ മഫൂലി, മഫൂലാവുന്ന അബാത്തിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇപ്പം വള്ളം അബാത്തിയിൽ ഒലിച്ചു എന്നുള്ളതിന് പകരം എന്തായി? ചരക്കല്ല് ഭൂമിയാണ് ഒലിച്ചു എന്നായി. മനസ്സിലായില്ലേ? പിന്നെ വാഹ്റജത്തിൽ അറല്ലോ, ഭൂമി പുറപ്പെടിച്ചു എന്തിനെ? അസ്കാലഹ, അതിനകത്തുള്ള സകലുകളെ, അതിനകത്തുള്ള സകലുകളെയൊക്കെ എന്ത് ചെയ്തു? പുറത്ത് കിട്ടൂ. ഇസ്രാഫീൽ അലൈഹി സ്വലാം സൂറന്ന കാലത്തിലാണ്ട് ഓതുമ്പോൾ എന്ത് ചെയ്യും? ഭൂമി പുറത്തേക്കാണ്ട് എറിയും. എന്തിനെ? അതിൻ്റെ സകലുകളെ. ഭൂമി ആ എറിയിനെ വായിച്ചു നോക്കുക. ഫീമാ ഹുസ്നദിൽ മഫൂലി, മഫൂലെടുക്കപ്പെട്ട ഫീലിലെ വിവാസത്തി മിന്ന് വാസത്തിയായി ഇങ്ങോട്ടുണ്ടായിരിക്കുന്ന മഫൂലിലേക്ക് ചേർക്കപ്പെട്ടു. ഫീമാ ഹുസ്നദിൽ മഫൂലി അല്ലേ, അപ്പം ആ മാറുഫ ഫീൽ തന്നെയാണ് ഞാൻ അർത്ഥം വെച്ച പേച്ചന്. ഫീമാ ഉസ്നിദ ഇലൽ മഫൂലി, മഫൂലിലേക്ക് ചേർക്കപ്പെട്ടു. മഫീൽ മാറുഫ് തന്നെ കേട്ടോ. എന്ത് വസത്തെയും കൊണ്ടുള്ള മഫൂലിക്ക ചേർക്കപ്പെട്ടത്? മിന്നു വസത്തെയും കൊണ്ടുള്ള. അപ്പോൾ അഹ്റജല്ലാഹു മിനല്ലാഹ്, അവൽ അസ്ലു അസ്ലുണ്ടായിരുന്നത് അഹ്റജല്ലാഹു മിനല്ലാഹി, അള്ള ഭൂമിയിൽ നിന്ന് പുറത്ത് കിട്ടു. അസ്കാലഹ, ഭൂമിക്കകത്തുള്ള സകലുകളെ. സക്കലിൻ്റെ മാനൊക്കെ വേക്കിൽ വരും, ബേജാറാണ്ട. ഇപ്പോൾ ഫൊയില ബിഹി കമാ ഫില്ലദി കബലുഹു, പണ്ട് കാട്ടിയ മാതിരി കാണിക്കപ്പെട്ടു. എന്ത്? ആദ്യം മിന്നിനെ കളഞ്ഞു. അപ്പോൾ എന്തായി? അഹ്റജല്ലാഹുൽ അർലാന്നായി. കാരണം അർളനെ പിടിച്ചെന്താക്കി? ആണ് ഫായിലാക്കിയാണ് ഇതിനെ കളഞ്ഞു. അള്ളാഹു എന്നുള്ള ഫായിലിനെ ആണ് കളഞ്ഞു. കാരണം അള്ള ഭൂമിയിൽ നിന്ന് ഉറപ്പിടിച്ചു എന്നുള്ളതിന് ഭൂമി ഉറപ്പിടിച്ചു. പിന്നെ വൽ അസ്കാലു ജമ്മു സക്കലിൻ വിഹത്തൈനി, സക്കൽ എന്നതിന് ജമ്മാണ് ഏത്? അസ്കാൽ. പിന്നെ ഷജർ അസ്ജാർ അല്ലേ? ഷജർ അസ്ജാർ, സക്കൽ അസ്കാൽ. പിന്നെ വഹുവ, ഈ സക്കൽ എന്ന് പറഞ്ഞാൽ മതാഉൽ ബൈത്തീൻ, വീട്ടിലുള്ള ഉപകരണങ്ങൾ എന്നാണ്. ഐ മാ ഫീഹ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൂമിക്കകത്തുള്ള ഒന്ന്. മതാഉൽ ബൈത്തി, വീട്ടിലെ ഉപകരണങ്ങളൊക്കെ സാധാരണ എന്ത് പറയല്? സക്കൽ എന്ന് പറയല്. ഇവിടെ ഭൂമിയിലെ സക്കൽ പറയുമ്പോൾ എന്താ അർത്ഥം? മാ ഫീഹ, ഭൂമിക്കകത്തുള്ള ഒന്ന്. മിന ദഫായിനി, കുഴിച്ചു മൂടപ്പെട്ട വസ്തുക്കളാൽ. കിതാബിൽ ദഖായിനി എന്നൊക്കെ അവിടെ കാണാറ്. ദഫായിനി എന്നാണ് വേണ്ടത്. എൻ്റെ എന്താ ഉള്ളത്? ദഫായിനിയാണ്. എൻ്റെ കിതാബിൽ തിരുത്തീനോ അവനെ? മിന ദഫായിനി, കുഴിച്ചു മൂടപ്പെട്ട വസ്തുക്കളാൽ. അഥവാ മനുഷ്യന്മാരെയും പൂച്ചനെയും നായിനെയൊക്കെ കുഴിച്ചു മൂടിയില്ലേ? അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട സർവ്വത്തിനെയും പുറത്തേക്ക് എറിയും കേട്ട്. എന്നിട്ട് മിസാൽ കൂടി കഴിഞ്ഞ് വായിച്ചോളി. അപ്പോൾ അമ്പത്ത റബിയുൽ ബക്കല എന്ന് പറയും പോലെ വസന്തകാലം പച്ചപ്പുല്ല് മുളപ്പിച്ചു. പിന്നെ ഫീമാ ഉസ്നദിൽ സബബി, മഅറൂഫ ഫീലിനെ സബബിലെ ചേർക്കപ്പെട്ടതിന് മിസാലിൽ ആദിയായ സബബ്. ആദത്തിൽ സബുണ്ട്, അഖിലിയൻ സബുണ്ട്, ഷറയ്യൻ സബുണ്ട് പറഞ്ഞില്ലേ? അതിൽ ആദത്തിൽ സബായതാണ് ഏത്? റബി മുളപ്പിക്കാൻ. റബി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഫായിൽ അള്ളാഹു ആണ്. പക്ഷേ ആദത്തിൽ വസന്തകാലത്താണ് ഏത് മുളക്കൽ? മുളക്കൽ അല്ലേ? അതാ പറഞ്ഞത് വൽ മുമ്പിത്തു ഹഖീഖത്തൻ ഹു അല്ലാഹു, യഥാർത്ഥത്തിൽ മുളപ്പിക്കുന്നവൻ അള്ളാഹു ആണ്. ആരും മുളപ്പിക്കൂല, റബി മുളപ്പിക്കൂല. പിന്നെ വബനല്ലമീറുൽ മദീനത്താ, ഭരണാധികാരി പട്ടണം നിർമ്മിച്ചു. നമ്മൾ മന്ത്രി വാലുണ്ടാക്കി പറഞ്ഞ മാതിരിയാണത്. കാരണക്കാരാണ്. ഫീമാ ഉസ്നദിൽ സബബിൽ ആമിരി, ആമിരി എന്നാണ് വേണ്ടത്. അതിൽ എങ്ങനെയുള്ളത്? ആമിരിയ, ആമിരിയരിയായിട്ട് എടുത്തുകണ്ടി. ആമിരിയായ സബയിലേക്ക് ചേർക്കപ്പെട്ടു മഅറൂഫ ഫീലിനെ. വൽബാനി ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ നിർമ്മിച്ച വ്യക്തി. വൽ അമലത്തു, പണിക്കാരാവുന്നു, തൊഴിലാളികളാണ്. പിന്നെ